السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم، أما بعد. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: خير يوم طلعت عليه الشمس يوم الجمعة، فيه خلق آدم وفيه أدخل الجنة وفيه أخرج منها. റവാഹു മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, സൂര്യനുദിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസം ജുമാ ദിവസമാണ്. ആ ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. ആ ദിവസത്തിലാണ് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. അതേ ദിവസത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം: മൻ തവദ്ദഅ ഫഅഹ്സനൽ വുദൂഅ ثم أتى الجمعة فاستمع وأنصت غفر له ما بينه وبين الجمعة وزيادة 3 أيام ومن مس الحصى فقد لغى. رواه مسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി: മൻ തവല്ലഅ ഫഅഹ്സനൽ വുദൂഅ, ആരെങ്കിലും വുളൂ ചെയ്യുകയും അതിനെ ഏറ്റവും നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സുമ്മ അത്തൽ ജുമുഅ, പിന്നീട് അവൻ ജുമുഅക്ക് വേണ്ടി വന്നു. ഫസ്തമഅ, അവൻ ശ്രദ്ധാപൂർവം ജുമുഅ കേട്ടിരുന്നു. വഅൻസത, അവൻ മിണ്ടാതിരിക്കുകയും ചെയ്തു. ഗുഫറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅ, അങ്ങനെ അവൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ജുമുഅയുടെയും കഴിഞ്ഞ ജുമുഅയുടെയും ഇടയിലുള്ള അവൻ്റെ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കുന്നതാണ്. വസിയാദത 3 അയ്യാം, അതിനോടുകൂടി 3 ദിവസത്തെ പാപങ്ങളും കൂടി അള്ളാഹു പൊറുക്കുന്നതാണ്. വമൻ മസ്സൽ ഹസ ഫഖദ് ലഗ, ഇനി ആരെങ്കിലും ചരൽക്കല്ലുകൾ സ്പർശിക്കുകയാണെങ്കിൽ അവൻ ലഘുവ് ചെയ്തു, അഥവാ കളിയിൽ ഏർപ്പെട്ടു. അങ്ങനെയുള്ള ആൾക്ക് ജുമുഅയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ചരൽക്കല്ലെന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ പണ്ടുകാലത്ത് സാധാ രീതിയിലുള്ള തറയിൽ തന്നെയായിരുന്നു പള്ളികളുണ്ടായിരുന്നത്. ആ സമയത്ത് സുജൂദ് ചെയ്യുന്ന സമയത്ത് പള്ളിയിലുള്ള ചരൽക്കല്ലുകൾ പലപ്പോഴും ഉയർന്നും താഴ്ന്നുമൊക്കെ നിൽക്കും. എന്നാൽ ജുമുഅയുടെ സമയത്ത് അത് ശരിയാക്കുന്നതിലേക്കോ മറ്റുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് പോലും ശ്രദ്ധ പോകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി: അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വറമദാനു ഇലാ റമദാൻ, 5 വക്ത നമസ്കാരങ്ങളും ഒരു ജുമുഅ മുതൽ മറ്റു ജുമുഅ വരെയും ഒരു റമദാൻ വരെ മുതൽ മറ്റൊരു റമദാൻ വരെയുമുള്ള അമലുകൾ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, അതിനിടയിൽ ചെയ്ത ചെറുപാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നതാണ്. ഇദജ്തനബത്തിൽ കബായിർ, വൻപാപങ്ങളിൽ നിന്നും ഒരു വ്യക്തി വിട്ടുനിന്നാൽ, 5 വക്ത നമസ്കാരങ്ങൾ അവൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ അവൻക്ക് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു ആ നമസ്കാരം കാരണമായി പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരാഴ്ചയിൽ ഒരു ജുമുഅക്കിടയിലും അടുത്ത ജുമുഅക്കിടയിലും ഇതുപോലെ അവന് തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹു പൊറുക്കുന്നതാണ്. ഒരു വർഷം നോക്കുകയാണെങ്കിൽ ഒരു റമദാൻ, അതിനു മുമ്പ് കഴിഞ്ഞുപോയ ഒരു റമദാനിന് ഇടയിലുള്ള എല്ലാ പാപങ്ങളും പൊറുപ്പിക്കാൻ തക്ക പ്രതിഫലം ഉള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജുമുഅ ദിവസത്തെ മറ്റൊരു സുന്നത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി: ഇദാ ജാഅ അഹദുകുമുൽ ജുമുഅത ഫല്യഗ്തസിൽ, നിങ്ങളിൽ ആരെങ്കിലും ജുമുഅക്ക് വരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ അവൻ ജുമുഅയുടെ സുന്നത്തായ കുളിയെ കുളിച്ചുകൊള്ളട്ടെ. നമ്മളെല്ലാവരും എല്ലാ ദിവസവും കുളിക്കുന്നതാണ്. പക്ഷേ ജുമുഅയുടെ ദിവസം കുളിക്കുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകം നിയത്ത് ചെയ്യുകയാണെങ്കിൽ ആ വലിയ കൂലി നമുക്ക് ലഭിക്കുന്നതാണ്. വയതതഹറു മസ്തതാഅ മിൻ തുഹ്രിൻ, നമുക്ക് സാധ്യമാകുന്നത്ര എല്ലാവിധ ശുദ്ധിയാകലുകളും നമ്മൾ അന്നേ ദിവസം നടത്തണം.
വയദ്ദഹിനു മിൻ ദുഹ്നിഹി ഔ യമസ്സു മിൻ ത്വയ്ബി ബൈത്തിഹി. അതുപോലെ തന്നെ എണ്ണ ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കാം, സുഗന്ധം ഉപയോഗിക്കുന്നവർ അതും ഉപയോഗിക്കണം, അതും സുന്നത്താണ്. സുമ്മ യഖ്റുജു ഫലാ യുഫർരിഖു ബൈന ഇസ്നൈൻ. പിന്നീട് അവൻ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റുള്ള ആളുകളുടെ ഇടയിൽ പിളർപ്പുണ്ടാക്കാത്ത രീതിയിൽ പറയപ്പെടുന്നുണ്ട്. അത് പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും പിറകിൽ നിന്നുള്ള സൊഫിൽ നിന്ന് മുന്നിലേക്കുള്ള സൊഫിലേക്ക് കടക്കുമ്പോൾ പോലും മറ്റുള്ള ആളുകളുടെ ചുമലിലൂടെ ചാടിക്കടക്കാതെ അവരുടെ ഇടയിൽ അവരോട് അനുവാദം ചോദിച്ചുകൊണ്ട് നല്ല രീതിയിലായിരിക്കണം മുന്നോട്ടേക്ക് കയറി വരേണ്ടത്. സുമ്മ യുസല്ലീമ കുതിബ ലഹു. അങ്ങനെ പള്ളിയിൽ പ്രവേശിച്ച് സമയത്തിൽ വിശാലതയുണ്ടെങ്കിൽ അവൻ സുന്നത്ത് നമസ്കരിക്കണം. സുമ്മ യുൻസിതു ഇദാ തകല്ലമൽ ഇമാം. പിന്നീട് ഇമാമ് സംസാരിച്ചു തുടങ്ങിയാൽ അവൻ മിണ്ടാതിരിക്കണം, അവൻ ഖുതുബ ശ്രദ്ധാപൂർവം കേൾക്കണം. ഗുഫറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റ. ഇത്തരത്തിലുള്ള സുന്നത്തുകളും മര്യാദകളുമൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ ജുമുഅയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഴ്ചയിലുള്ള പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ജുമുഅ ദിവസം പള്ളിയിലേക്ക് നേരത്തെ വരുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, റാഹ ഫിസ്സാഅത്തുൽ ഊല ഫകഅന്നമാ ഖറബ ബദനതൻ. ആദ്യ സമയത്ത് എത്തിച്ചേരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഒട്ടകത്തെ ബലിയർപ്പിക്കുകയും അതിനെ സ്വതക്ക ചെയ്യുകയും ചെയ്ത പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الثانിയ ഫകഅന്നമാ ഖറബ ബഖറതൻ. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ സമയത്താണ് ആരെങ്കിലും വരുന്നതെങ്കിൽ, കുറച്ചുകൂടി വൈകിയാണ് വരുന്നതെങ്കിൽ, അവൻ ഒരു പശുവിനെ അറുക്കുകയും അതിനെ സ്വതക്ക ചെയ്യുകയും ചെയ്ത കൂലി അവന് ലഭിക്കുന്നതാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الثالث. ഇനി അതും കഴിഞ്ഞിട്ടാണ് അടുത്ത സമയത്താണ് ഒരാൾ വരുന്നതെങ്കിൽ, ഫകഅന്നമാ ഖറബ കബിശൻ അഖറൻ. അവൻ ഒരു ആടിനെ ബലിയർപ്പിക്കുകയും അതിനെ സ്വതക്ക ചെയ്യുകയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الرابعة ഫകഅന്നമാ ഖറബ ദജാജതൻ. ഇനി അതിനുശേഷമാണ് ഒരാൾ വരുന്നതെങ്കിൽ അവൻ ഒരു കോഴിയെ അള്ളാഹുവിനു വേണ്ടി ബലിയർപ്പിക്കുകയും അതിനെ സ്വതക്ക ചെയ്യുകയും ചെയ്ത് പ്രതിഫലം ലഭിക്കുന്നതാണ്. വമൻ റാഹ ഫിസ്സാഅത്തി الخامسة ഫകഅന്നമാ ഖറബ ബൈദതൻ. ഇനി അതും കഴിഞ്ഞിട്ടാണ് ഒരു വ്യക്തി പള്ളിയിലേക്ക് ജുമുഅക്ക് വേണ്ടി എത്തിച്ചേരുന്നതെങ്കിൽ അവന് ഒരു മുട്ട സ്വതക്ക ചെയ്ത കൂലി ലഭിക്കുന്നതാണ്. ഇത്രയും വലിയ അന്തരം പള്ളിയിലേക്ക് നേരത്തെ വരുന്ന ആളുകൾക്കും അതിനുശേഷം വരുന്ന ആളുകൾക്കും ഇടയിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഫൈദാ ഖറജൽ ഇമാമു ഹദറത്തിൽ മലായികത്തു യസ്തമിഊന അദ്ദിക്ർ. ഇത്തരത്തിൽ പള്ളിയിലേക്ക് ആദ്യമാദ്യം വരുന്നവരുടെ പേരുകൾ മലക്കുകൾ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതാണ്. ഇനി ഇമാമ് മുസല്ലയിലേക്ക് പുറപ്പെടുകയും ഖുതുബ ആരംഭിക്കുകയും ചെയ്താൽ ഹദറത്തിൽ മലായികത്തു യസ്തമിഊന അദ്ദിക്ർ. മലക്കുകൾ ആ ഖുതുബ ശ്രവിക്കാൻ വേണ്ടി ഹാജരാകുന്നതാണ്. അവർ പിന്നീട് വരുന്ന ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ ജുമുഅയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഫിഹാ സാഅത്തുൻ. ആ ദിവസം ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. ആ സമയത്ത് ഒരു മുസ്ലിമായ അടിമ അള്ളാഹുവിനോട് എന്ത് തന്നെ ദുആ ചെയ്താലും അള്ളാഹു തആല ആ ദുആക്ക് ഇജാബത്ത് കൊടുക്കുന്നതാണ്. വാശാറ ബിയദിഹി യുഖല്ലിലുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം തങ്ങളുടെ വിരലുകൊണ്ട് കൈകൊണ്ട് യുഖല്ലിലുഹ, അത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്ന് സ്വഹാബാക്കളോട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുകയുണ്ടായി. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. തീർച്ചയായും നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമുഅയുടെ ദിവസമാണ്. ഫക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി. അതുകൊണ്ട് അന്നേ ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ വർദ്ധിപ്പിക്കണം. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ. തീർച്ചയായും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ എൻ്റെ മുമ്പിൽ അന്ന് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അത് നമ്മൾ നിർബന്ധിതപൂർവം എല്ലാ ദിവസവും 5 വക്ത നമസ്കാരങ്ങളിലും തശഹുദിൻ്റെ സമയത്ത് നമ്മൾ ചൊല്ലുന്നുണ്ട്. അതിൻ്റെ പുറമെ ഒരു മുസ്ലിം എല്ലാ ദിവസവും ചൊല്ലേണ്ടതാണ്. പ്രത്യേകിച്ച്
ജുമഅയുടെ ദിവസം അത് വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാനിൻ്റെ ദിവസങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് സ്വലാത്തിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. അതിന് പ്രത്യേകം എണ്ണമൊന്നും നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് നമ്മളെ കൊണ്ട് എത്രയാണോ കഴിയുന്നത് അത്രയും കൂടുതൽ അത് അധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ ഒരുങ്ങുകയോ അതിനുവേണ്ടി സമയം മാറ്റിവെക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മുടെ മറ്റു ജോലികൾ ചെയ്യുന്നതിനിടയിൽ, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ നാവിൽ വളരെയധികം ലഘുവായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് സ്വലാത്തും അള്ളാഹുവിൻ്റെ ദിക്റുമൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി അമലിൽ കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ പരിപൂർണമായി പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. നമ്മൾ വെക്കുന്ന നോമ്പുകളെയും രാത്രി നമസ്കാരങ്ങളെയും സ്വതഖകളെയും എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.